ഹലോ, ഒരു ചായയും കുടിച്ച് ഞാൻ എൻ്റെ പണിപ്പുരയിൽ കയറിയിട്ടോ. ഇത് അമ്മയുടെ പുതിയ സെറ്റുകൊണ്ടാണ്. ഇതിൻ്റെ വക്കൊന്ന് അടിച്ചു കൊടുക്കണം. അമ്മയ്ക്കാണെങ്കിൽ ഒരു അമ്പലത്തിൽ പോകണം, അപ്പോൾ അതിന് മുന്നേ കൊടുക്കണം കേട്ടോ. അമ്മ ഇത് 2-3 ദിവസം മുമ്പേ പറഞ്ഞാണെങ്കിലും നമുക്ക് ആ പോണ സമയമാണല്ലോ മുഹൂർത്തം. വീട്ടിലുള്ളവരുടെ ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. മടി പിടിച്ചിരിക്കുക. അതൊന്ന് പറയോ കണ്ണൻ്റെ അടുത്ത് പല്ലേക്ക് കണ്ണാന്ന് പറ. കണ്ണനാണെങ്കിൽ ഉറുകാമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാം. ഇന്ന് അവൻ ഉണ്ടാക്കിയിരുന്ന റോബോട്ടിക് കിങ്കോങ്. എനിക്കറിയില്ല അതിൻ്റെ പേരൊന്നും. അവനാണ് ഇതെല്ലാം സെർച്ച് ചെയ്ത് ചെയ്യണത്. അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തീരണം വരെ അവൻ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തെപ്പിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ ടി വിയിൽ നോക്കി ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഇവർ നേരത്തെ കുറേ ഡൈനോസേഴ്സൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുവേ. കണ്ണൻ്റെ പിക്ചർ കാണിച്ചേണ സൂപ്പർ കേട്ടോ. ആമീൻ്റെ പിക്ചർ നോക്കട്ടെ. ആമീൻ്റെ സൂപ്പർ കേട്ടോ. അങ്ങനെ രണ്ടുപേരും പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് പടം വരച്ചുകൊണ്ടിരിക്കുകയാണേ. കണ്ണപ്പിക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പോയാൽ മതി. 12:30 ആകുമ്പോൾ സ്കൂളിലെത്തിയാൽ മതി. കാരണം അവൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അവൻ ഡാൻസിനുണ്ട്. വൈകി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കണ്ണനെ ഫുഡ് കൊടുത്തിട്ട് വിടാമല്ലോ. അപ്പോൾ ഞങ്ങളിതേ ഓരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കാനായിട്ടൊക്കെ ആര്യനെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആര്യാണെങ്കിൽ കത്തിയൊക്കെ മേടിച്ച് സവാള അരിയണ പോലെ ആക്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇത് കത്തിയും സവാളയും കൊണ്ടുള്ള ഷോ മാത്രമാണ്. കാരണം അവളപ്പം തന്നെ പോയിട്ട് വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി നന്നാക്കി എടുത്ത് അത് ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തു കേട്ടോ, ഒന്ന് ചതയാൻ വേണ്ടി. പിന്നെ ഞാൻ ബിരിയാണി അരി ഒരു പാത്രത്തിലിട്ടു. അതൊന്ന് കഴുകിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള അരി എടുത്തു. പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകി പിന്നെ കുറച്ച് നേരം കുതിർത്താൻ വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ലക്ഷ്മി സവാള വാട്ടി അതിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടി ഉള്ളത് ഇട്ട് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി അരിഞ്ഞെടുക്കാണ് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ളത്. മൊത്തം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കണ്ണനെ സ്കൂളിൽ പോകണമല്ലോ. പിന്നെ അവനെ ഫുഡൊക്കെ കൊടുത്ത് അവനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ കേട്ടോ. അങ്ങനെ കണ്ണാപ്പിയുടെ സ്കൂളെത്തി. പ്രോഗ്രാമിനുള്ള കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ടൈം ഷെഡ്യൂളാട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആനുവൽ ഡേ നടക്കുന്നത്. അവിടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ണൻ്റെ ക്ലാസ്സിൻ്റെ അവിടെ കൊണ്ടുവന്ന് കണ്ണനെ ഇറക്കാൻ പോവാൻ കേട്ടോ. ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഓക്കെ അല്ലേ? ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാൻ കേട്ടോ. ഇത് ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, സലാഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആനുവൽ ഡേ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.